ലോകത്തെ മാറ്റിമറിച്ച പ്രവാചകന്മാരെയും ചരിത്ര പുരുഷന്മാരെയും മനസ്സിലാക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ അന്ത്യപ്രവാചകനായി കണക്കാക്കപ്പെടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെക്കുറിച്ചും ഞാൻ ചിലതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള മനുഷ്യവംശത്തിൻ്റെ ചരിത്രം മനുഷ്യവംശത്തെ നന്മയിലേക്കും സ്നേഹത്തിലേക്കും പുരോഗതിയിലേക്കും മാനവികതയിലേക്കും നയിച്ച ചരിത്ര പുരുഷന്മാരുടെയും മഹാരഥന്മാരുടെയും പ്രവാചകന്മാരുടെയും കൂടി ചരിത്രമാണ്. ലോകത്തുണ്ടായിട്ടുള്ള പ്രവാചക പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ വന്ന പ്രവാചകനായിട്ടാണ് നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ മനസ്സിലാക്കുന്നത്. ഇതര പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി മുഹമ്മദ് നബി തിരുമേനിക്ക് സാധിച്ച ഒരു കാര്യം, അദ്ദേഹം പ്രബോധനം ചെയ്ത കാര്യങ്ങൾക്ക് അനുസൃതമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ രാഷ്ട്രം തൻ്റെ സങ്കല്പങ്ങളുടെ ഒരു സാക്ഷാത്കാരമായിരുന്നു. ആ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ വിളംബരം അറിയിക്കാനായി അദ്ദേഹം ബാങ്ക് വിളിപ്പിച്ചത് ബിലാൽ എന്ന അടിമയെ കൊണ്ടാണെന്ന് ചരിത്രം പറയുന്നു. എത്ര വലിയ മഹാത്മാക്കളും വേണമെങ്കിൽ ആ രാഷ്ട്രസ്ഥാപനം വിളംബരം ചെയ്യാൻ ബാങ്ക് വിളിക്കുമായിരുന്നു. പക്ഷെ ഒരു അടിമയെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കുന്നതിലൂടെ അന്ത്യപ്രവാചകൻ ലോകത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട്. തൻ്റെ രാഷ്ട്രം അടിമകളുടെയും അനാഥരുടെയും ദുഃഖിതരുടെയും തിരസ്കൃതരുടെയും തള്ളിമാറ്റപ്പെട്ടവരുടെയും ബഹിഷ്കൃതരുടെയും കൂടിയാണ്. കാരണം അന്ന് അടിമ വ്യവസായം ഇല്ലാതായിട്ടില്ല. ലോകം അംഗീകരിച്ച ഒരു കാര്യമാണ് അടിമ വ്യവസായം. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അടിമത്ത വ്യാപാരമൊക്കെ നിന്നത്. പക്ഷെ അക്കാലത്ത് തന്നെ അടിമയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചു അന്ത്യപ്രവാചകൻ. അങ്ങനെ മഹത്തായ ആധുനിക മാനവികതയുടെ അനേകം പാഠങ്ങൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിലൂടെ കരഗതമായതാണ് വിശുദ്ധ ഖുറാൻ. വിശുദ്ധ ഖുറാന്റെ സന്ദേശങ്ങളൊക്കെ പല സമയങ്ങളിലായി പ്രവാചകൻ മുഹമ്മദ് തിരുമേനിക്ക് വെളിവായി കിട്ടിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയ സന്ദേശങ്ങളാണ്. ആദ്യം ഹിറാ ഗുഹയിൽ ലോക നന്മയ്ക്കായി ലോകസമാധാനത്തിനായി അദ്ദേഹം തപസ്സമാധിസ്ഥനായിരുന്നപ്പോൾ ജിബ്രിൽ എന്ന മലക്ക് വന്ന അദ്ദേഹത്തോട് ഇക്ര എന്നാവശ്യപ്പെട്ടു എന്നാണ്. വായിക്കുക, നിന്റെ സ്രഷ്ടാവായ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ നാഥൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. സാങ്കേതികാർത്ഥത്തിൽ നിരക്ഷരനായിരുന്ന മുഹമ്മദിനെ ഇറുകെ കെട്ടിപ്പുണർന്നുകൊണ്ട് ജിബ്രീൽ എന്ന മലക്ക് പിന്നെയും കൽപ്പിച്ചു, വായിക്കുക. അപ്പോൾ പിൽക്കാലത്ത് പ്രവാചകനായി തീർന്ന മുഹമ്മദിന് പ്രപഞ്ചത്തിൽ നിന്ന് ദൈവസാരം വെളിപ്പെട്ട് കിട്ടി, ദൈവിക സന്ദേശങ്ങൾ വെളിപ്പെട്ട് കിട്ടി. ഓരോരോ പ്രതിസന്ധിയിലും മക്കത്തും മദീനത്തുമായി ധാരാളം ദൈവിക സന്ദേശങ്ങൾ അദ്ദേഹത്തിന് വെളിവായി കിട്ടി. അത് ക്രോഡീകരിച്ചതാണ് വിശുദ്ധ ഖുറാൻ. നേരിട്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ച സന്ദേശമായിട്ടാണ് വിശുദ്ധ ഖുറാൻ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനേകം ഹദീസുകളുണ്ട്. പല ജീവിത സന്ദർഭങ്ങളിൽ അദ്ദേഹം പറഞ്ഞ സന്ദേശങ്ങൾ, പാഠങ്ങൾ, അതൊക്കെ ചേർന്നാണ് ഇസ്ലാമിൻ്റെ ഒരു സന്ദേശ സംസ്കാരം, ഒരു ദർശന സംസ്കാരം, കാഴ്ചപ്പാട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ടില്ലാത്ത ഒരാളായിട്ടും ഞാനിതൊക്കെ അന്വേഷിക്കാനും പഠിക്കാനും ശ്രമിച്ചു. അപ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രവാചകൻ മാത്രമല്ല, മാനവരാശിയുടെ മുഴുവൻ പ്രവാചകനാണ്. വിശുദ്ധ ഖുറാനിൽ ദൈവം തന്നെ അന്ത്യപ്രവാചകനോട് പറയുന്നുണ്ട്, മുഹമ്മദേ, നിനക്ക് മുൻപും ഞാൻ എത്രയോ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ മുഴുവൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. പ്രവാചകന്മാരെ അയക്കാത്തതായ ഒരു പ്രദേശവും ഭൂമിയിലില്ല എന്നും വിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നു. 1,25,000-ഓളം പ്രവാചകന്മാരെന്നൊക്കെ ഒരു കണക്ക് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം വസ്തുതാപരമാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അന്ത്യപ്രവാചകന് മുമ്പുണ്ടായ പല പ്രവാചകന്മാരെയും നമുക്കറിയാം. മോസസ് എന്ന മോശ ഇസ്ലാം മത വിശ്വാസികൾ മൂസ നബി എന്ന് കരുതി പോരുന്ന പ്രവാചകനാണ്. ഏബ്രഹാം എന്ന ക്രിസ്തുമത പ്രവാചകൻ ഇസ്ലാം മത വിശ്വാസികൾ ഇബ്രാഹിം നബി എന്ന് കണക്കാക്കി പോരുന്ന പ്രവാചകനാണ്. ജോസഫ് എന്ന ക്രിസ്തുമത പ്രവാചകൻ യൂസഫ് നബി എന്ന് ഇസ്ലാം മത വിശ്വാസികൾ കണക്കാക്കി പോരുന്ന പ്രവാചകനാണ്. അതുപോലെയാണ് ഈസാ നബി എന്ന് ഇസ്ലാം മത വിശ്വാസികൾ കണക്കാക്കി പോരുന്ന പ്രവാചകൻ ക്രിസ്തുമത വിശ്വാസികൾക്ക് യേശുദേവനാണ്. ഇന്ത്യയിലും അവതാരങ്ങളായി കണക്കാക്കപ്പെട്ടവരൊക്കെ ഇതുപോലെ പ്രവാചകന്മാരായിരുന്നിരിക്കാം. എല്ലാ മതദർശനങ്ങളും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം,
മതദർശനങ്ങൾ തമ്മിൽ അകലാൻ സാധിക്കുന്നതിനേക്കാൾ അടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സാധർമ്മ്യങ്ങളുണ്ട്, ഐക്യമുണ്ട്. അകലണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി വായിച്ചാൽ ഒരു പക്ഷേ അകലാൻ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരാം. ഒരു സദ്ബുദ്ധിയോടുകൂടി ഏത് മതദർശനങ്ങൾ വായിച്ചാലും അകലാനല്ല, കൂടുതൽ അടുക്കാനാണ് മാനവരാശിക്ക് സന്ദേശങ്ങളും അറിവുകളും ലഭിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ മതസന്ദേശങ്ങളെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രവാചകൻ്റെ ചരിത്രത്തെ, അദ്ദേഹത്തിൻ്റെ ഹദീസുകളെയൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് വായിച്ചതായതുകൊണ്ട് അതിന് പരിമിതികളുണ്ടാകാം. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയിൽ ലോകത്തെ മാറ്റിമറിച്ച പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ മാറ്റിമറിച്ച 100 ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് വലിയ ചരിത്ര പണ്ഡിതനായ മൈക്കൽ ഹാർട്ട് എഴുതിയ പുസ്തകത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനാണ്. അദ്ദേഹം സൽഗുണങ്ങളുടെ വിളനിലമായിരുന്നു. താൻ ജീവിച്ച കാലഘട്ടത്തിൽ അന്ധവിശ്വാസികളും ബഹുദൈവാരാധകരും വിഗ്രഹാരാധകരും മദ്യപാനികളും അരാജകവാദികളുമായി ജീവിച്ച ഒരു വലിയ സമൂഹത്തെ തന്നിലൂടെ ലോകത്തിന് ലഭിച്ച ദൈവിക സന്ദേശങ്ങൾ കൊണ്ട് മാറ്റിമറിച്ച ഒരാളാണ്. ലോകത്തെ ഇത്രയേറെ ആഴത്തിൽ സ്വാധീനിച്ച പ്രവാചകന്മാരും കുറവാണ്. കാരണം ഇത്രയേറെ ആളുകൾ ഇസ്ലാം മതത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഇപ്പോഴും ഒരു രൂപമോ ഒരു ചിത്രമോ ഒന്നുമില്ലാതെ 1400-ലധികം കൊല്ലം മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹം പ്രബോധനം തുടങ്ങിയ ആദ്യ നാളുകളിൽ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയ ബന്ധുക്കളും മിത്രങ്ങളും അയൽവാസികളും സുഹൃത്തുക്കളുമായ ആളുകളോട് അദ്ദേഹം ആദ്യം ചോദിച്ചു, എൻ്റെ പിന്നിൽ കാണുന്ന ഈ സഭാമലയുടെ പിന്നിൽ നിന്ന് ഒരാൾക്കൂട്ടം നിങ്ങളെ ഇപ്പോൾ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അവിടെ കൂടിയ ആളുകളെല്ലാം ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, മുഹമ്മദേ, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും, കാരണം നിങ്ങൾ അൽ അമീൻ ആണ്, വിശ്വസ്തനാണ്. അതായിരുന്നു പ്രവാചകന്റെ ഏറ്റവും വലിയ ഗുണവിശേഷം. വിശ്വസ്തനും സത്യസന്ധനും പരിപൂർണ നീതിമാനുമായിരുന്നു. അദ്ദേഹം പ്രവാചകനാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഒരു തർക്കത്തിൽ ഇടപെട്ടതിനെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. അതിപ്രശസ്തമായ ദേവാലയം, കാബ ദേവാലയം പുതുക്കി പണിയാൻ വേണ്ടി 4 ഗോത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ഈ ഗോത്രങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. അക്കാലത്ത് ഗോത്ര വൈരവും ഗോത്ര വിരോധവും ഗോത്ര സ്പർദ്ധയൊക്കെ ഉള്ള കാലമാണ്. 4 പ്രബല ഗോത്രങ്ങൾ തമ്മിൽ തർക്കം വന്നപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് കാബാലയത്തിൻ്റെ 4 ചുമരുകൾ ഓരോരോ ഗോത്രങ്ങൾ കെട്ടിപ്പൊക്കാൻ തീരുമാനിച്ചു. അതുപ്രകാരം കാബാലയം പുതുക്കി പണിഞ്ഞപ്പോൾ ഈ 4 ഗോത്രങ്ങളാണ് 4 ചുമരുകൾ കെട്ടിപ്പൊക്കിയത്. പിന്നീട് അതിപ്രധാനമായ അസ്വദ് എന്ന ശില എവിടെ വെക്കണം എന്നതിനെക്കുറിച്ച് തർക്കമായി. 4 ഗോത്രങ്ങളും വിട്ടുകൊടുത്തില്ല. അസ്വദ് എന്ന ശില വെക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞു. അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വയോവൃദ്ധനായ ജ്ഞാനിയായ ഒരാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊരു മധ്യസ്ഥതയ്ക്ക് വിട്ടുകൊടുക്കാം. സഭാമലയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഈ കൗബാലയത്തിലേക്ക് വരുന്ന ആളെ കൊണ്ട് മധ്യസ്ഥത തീരുമാനമാക്കാം. അപ്പോൾ അവിടേക്ക് വന്നത് മുഹമ്മദാണ്. അദ്ദേഹം അപ്പോൾ പ്രവാചകനല്ല, 25 വയസ്സേ പ്രായമുള്ളൂ. ഈ തർക്കം കേട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഒരു വലിയ തുണി കൊണ്ടുവരാൻ പറഞ്ഞു, വലിയൊരു ശീല. അത് കൊണ്ടുവന്ന് ഈ അസ്വദ് എന്ന ശീല അതിൻ്റെ നടുക്ക് വെച്ചു. എന്നിട്ട് മുഹമ്മദ് പറഞ്ഞു, ഈ 4 മൂലയും ഈ ശീലയുടെ 4 മൂലയും 4 ഗോത്രക്കാർ പിടിക്കണം. തർക്കം തീർന്നു. 4 പേരും സംയുക്തമായത് എടുത്തു പൊക്കി. അസ്വദ് എന്ന ശില വെക്കേണ്ട സ്ഥലം എത്തിയപ്പോൾ മുഹമ്മദ് എടുത്ത് തൻ്റെ കൈകൊണ്ട് അവിടെ വെച്ചു. അപ്പോൾ തർക്കമുണ്ടായില്ല, 4 പേർ കൂടിയാണല്ലോ ഉയർത്തിയത്. ഇങ്ങനെ എല്ലാ തർക്കങ്ങളെയും സ്നേഹം കൊണ്ടും നീതിബോധം കൊണ്ടും സമനില കൊണ്ടും പരിഹരിക്കാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു. മാനവരാശി കണ്ട ഉത്തമ സദ്ഗുണങ്ങളുള്ള ആളുകളിൽ ഏറ്റവും മഹാനായിട്ടുകൂടി ചരിത്രപുരുഷന്മാരുടെ നിലയിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയവരെയൊക്കെ പലരും ആക്രമിച്ചു. ആ കാലത്ത് അദ്ദേഹം ഒറ്റപ്പെടുത്തപ്പെട്ടു. അതൊക്കെ അതിജീവിച്ചത് ഇച്ഛാബലം കൊണ്ടും ദൈവിക കാരുണ്യം കൊണ്ടും മാത്രമാണ്. ഒടുവിൽ ഹജ്ജ് ചെയ്യാനായി തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ തൻ്റെ അനുയായികളോടുകൂടി, വലിയ അനുയായികളുടെ സംഘത്തോടു കൂടി കൗബാലയത്തിനടുത്തെത്തിയപ്പോൾ
അന്നത്തെ ഖുറൈശി സമൂഹവും മറ്റു സമൂഹങ്ങളും ഒരു സന്ധി ഉണ്ടാക്കിയാലേ ഈ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. അവരാവശ്യപ്പെട്ടത്, പ്രവാചകനായി ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അബ്ദുള്ള മകൻ മുഹമ്മദ് എന്നോ ആമിന ബീവി മകൻ മുഹമ്മദ് എന്നോ എഴുതി ഒപ്പിട്ടാലേ ഹജ്ജ് നിർവഹിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ്. അന്നത്തെ നിലയ്ക്ക് പ്രവാചകൻ തൻ്റെ അനുയായികളോട് ഒരു പുരികക്കൊടി കൊണ്ടൊരു സന്ദേശം കൊടുത്താൽ കഅബാലയം ആക്രമിക്കാൻ പോകുന്ന വലിയ സന്നാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനൊന്നും പോയില്ല. രക്തച്ചൊരിച്ചിലുകൾക്കോ ആക്രമണങ്ങൾക്കോ പോയില്ല. അദ്ദേഹം അബ്ദുള്ള മകൻ മുഹമ്മദ് അല്ലെങ്കിൽ ആമിന ബിവി മകൻ മുഹമ്മദ് എന്ന് എഴുതി കൊടുത്ത് ഹുദൈബിയ സന്ധി തയ്യാറാക്കിയിട്ടാണ് അന്ത്യ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുന്നത്. അത്രമേൽ സമാധാനവാദിയും അത്രമേൽ സ്നേഹശാലിയും ക്ഷമശാലിയുമായിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നും യുദ്ധം കൊണ്ടാണ് ഇസ്ലാം ലോകത്ത് വ്യാപിച്ചത് എന്നും ഒക്കെ പറയുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ചരിത്രവും പ്രവാചകൻ്റെ ചരിത്രവും മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ സാധിക്കും, സമാധാനത്തിൻ്റെ മതമായിരുന്നു ഇസ്ലാം. അന്ത്യപ്രവാചകൻ തൻ്റെ പള്ളി ഒരു വിജ്ഞാനശാലയാക്കി മാറ്റി. മസ്ജിദ് നബവി എന്നറിയപ്പെട്ട ആ ദേവാലയം അക്കാലത്തെ ലോകത്തെ എല്ലാ വിജ്ഞാനങ്ങളുടെയും ഒരു വലിയ കേന്ദ്രമായിരുന്നു. ആ വിജ്ഞാനം കൊണ്ടാണ് അക്കാലത്ത് ലോകത്ത് മുഴുവൻ ഇസ്ലാം വ്യാപിച്ചത്. ഇന്ന് ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ ഇസ്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സന്ദേശം പ്രവാചകൻ പഠിപ്പിച്ച സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും സന്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ, ഇപ്പോൾ ലോകത്തെമ്പാടും മതങ്ങളുടെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു, ഗോത്രവൈരങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരം ആളുകൾ മതത്തിൻ്റെ പേരിൽ വെട്ടിക്കീറി കൊല്ലുന്ന സാഹചര്യമുണ്ടാകുന്നു. തീർച്ചയായും അപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കണം. എല്ലാ പ്രബോധനങ്ങളും പരസ്പരം തുറന്നു കൊടുക്കപ്പെടണം. അതിന് മാനവരാശിയുടെ ചരിത്രത്തിൽ അവസാനമായി പ്രവർത്തിച്ച പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ. ഒരു ജൂതൻ്റെ ശവം കൊണ്ടുപോകുന്നത് കണ്ട് എഴുന്നേറ്റ് നിന്ന് ആദരിച്ചപ്പോൾ സ്വഹാബികൾ ആരോ പറഞ്ഞു, പ്രവാചകരെ, അതൊരു ജൂതൻ്റെ ശവമാണ്, എന്തിനാണ് അങ്ങ് എഴുന്നേറ്റ് ആദരിച്ചത്? അപ്പോൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ്റെ മൃതദേഹത്തെയാണ് ആദരിച്ചത്. അത്തരത്തിൽ വലിയ കാഴ്ചപ്പാടുകൾ ലോകത്തിന് തന്നയാളാണ് സത്യത്തിൽ ഞാൻ അറിഞ്ഞ പ്രവാചകൻ. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ഓർക്കാറുണ്ട്. മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് അന്ത്യപ്രവാചകൻ പറയാനിടവന്നൊരു ഹദീസുണ്ട്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. സ്വർഗത്തെ വളരെ പ്രധാനമായി കണക്കാക്കുന്ന മതമാണ് ഇസ്ലാം. സ്വർഗം നേടാനുള്ള ഒരു വഴിയായിട്ട് അന്ത്യപ്രവാചകൻ പറഞ്ഞത് മാതാവിനെ സ്നേഹിക്കുക, മാതാവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക, മാതാവിൻ്റെ എല്ലാ അഭീഷ്ടങ്ങൾക്കും വേണ്ടി ജീവിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിന് അവകാശമുണ്ടാകും. അത്രമേൽ വലിയ തോതിൽ മാതൃസങ്കല്പത്തെ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അയൽവീട് പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് അന്ത്യപ്രവാചകൻ പറയാനിട വന്നു. അയൽവീടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് വീടുകളാവാം. തൻ്റെ ചുറ്റുവട്ടത്ത് 1000 വീട്ടിൽ ഭക്ഷണം എത്തിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തേ താൻ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാവൂ എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു. പ്രവാചകൻ്റെ ഹദീസുകളൊക്കെ പഠിക്കപ്പെടേണ്ടതാണ്. പ്രവാചകൻ അനാഥനായി ജീവിച്ച ഒരാളാണ്. ജനിക്കുന്നതിന് മുമ്പ് പിതാവ് അബ്ദുള്ള മരിച്ചുപോയി. ബാലനായിരിക്കുമ്പോൾ തന്നെ ഉമ്മയും മരിച്ചുപോയി. പിതാവിൻ്റെ പിതാവാണ് ആദ്യകാലത്ത് വളർത്തിയത്. അദ്ദേഹവും 8 വയസ്സുള്ള കാലത്ത് മരിച്ചുപോയി. നബിക്ക് 8 വയസ്സുള്ള കാലത്ത്. അക്കാലത്ത് ആ കുട്ടി അനുഭവിച്ച സങ്കടത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രവാചകൻ്റെ ചരിത്രം വായിക്കുമ്പോൾ. പിന്നീട് പിതൃവ്യനാണ് അദ്ദേഹത്തെ വളർത്തിയത്. അങ്ങനെ കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യത്തീമുകളെ പരിഗണിച്ചു. അനാഥർക്ക് എപ്പോഴും അഭയം കൊടുത്തു. വിശുദ്ധ ഖുറാനിൽ കാണാം, യത്തീമിൻ്റെ സ്വത്തിനോട് അടുക്കുമ്പോൾ പേടിക്കണം, അന്ത്യനാളിൽ അവനും ദൈവത്തിനും തമ്മിൽ അകൽച്ച ഉണ്ടാവുകയില്ല. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ പഠിക്കണമെന്ന് തോന്നിപ്പിക്കുന്നതാണ് പ്രവാചക ചരിത്രവും പ്രവാചകൻ്റെ ഹദീസുകളും പ്രവാചകനിലൂടെ ലോകത്തിന് കരഗതമായ വിശുദ്ധ ഖുറാൻ്റെ വചനങ്ങളും. അത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പഠിക്കാനുള്ളതല്ല. എന്നെപ്പോലെ മറ്റൊരു മതത്തിൽ ജനിച്ച് എല്ലാ മതങ്ങളെയും സ്നേഹിച്ച് മതസന്ദേശങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും നബിയെക്കുറിച്ച്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത്.